റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ധാരാളം പയ്യന്മാര് അല്ല ചെറുപ്പക്കാര് 20, 21, 22 വയസ്സുള്ളവര് റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പലർക്കും അപകടം നേരിട്ടു. റഷ്യയിലെ കൂലിപ്പട്ടാളമായിട്ടാണ് കൊണ്ടുപോകുന്നത്. റഷ്യയിലെ 24 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ഫീൽഡിലോട്ട് വിടുകയാണ്. നമ്മളിവിടെ ഇന്ത്യൻ പട്ടാളത്തിന് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മളെ ഫീൽഡിൽ ഇറക്കുള്ളൂ. അവിടെ ആളില്ല. റഷ്യൻ പട്ടാളത്തിൽ ആളില്ല, കൂലിപ്പട്ടാളമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ വരുന്നുണ്ട്. നേപ്പാള്, ശ്രീലങ്ക, ബർമ്മ, പഴയ ബർമ്മ എന്നിവിടങ്ങളിലൊക്കെ ധാരാളം പേര് അവിടെ റിക്രൂട്ട് ചെയ്ത് വരികയാണ്. റഷ്യയിലെ ജനങ്ങളില്ല യുദ്ധം ചെയ്യാൻ. നമ്മുടെ ഇവിടുന്ന് ഒരു 3-4 പേരെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ഏകദേശം 10-18 പേരെ കൊണ്ടുപോയതാണ്. അതിൽ നമ്മുടെ ഈ കോസ്റ്റൽ ബെൽറ്റിലുള്ള പൂന്തറ ഭാഗത്തുള്ള അവിടെ പ്രിൻസ് സെബാസ്റ്റ്യൻ 24 വയസ്സ്, അയാളുടെ സഹോദരൻ, അവര് റഷ്യൻ ആർട്ടിലറിയിൽ ചേർന്നു ഉക്രൈനെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 24-ാം തീയതി ഇവരെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇവിടെ റഷ്യയിലെ സെക്യൂരിറ്റി ജോലിക്ക് ആളെ വേണം, 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കും എന്ന് പ്രലോഭിപ്പിച്ചാണ് ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അൺഓതറൈസ്ഡായി ഇന്ത്യയുടെ അംഗീകാരമില്ലാത്ത റിക്രൂട്ടിംഗ് ഏജൻസികൾ ധാരാളം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് 2 ലക്ഷം രൂപ ശമ്പളത്തിൽ അവിടെ സെക്യൂരിറ്റി ജോലിക്ക് ആൾക്കാരില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. പയ്യന്മാരും ചെറുപ്പക്കാരും എല്ലാം ചാടി വീഴും. ധാരാളം പേര് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും നേപ്പാളിൽ നിന്നും ഒക്കെ പോകുന്നുണ്ട്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും പതുക്കെ ചെറുപ്പക്കാരെല്ലാം റഷ്യയിലേക്ക് പോകുമ്പം 2 ലക്ഷം രൂപയുടെ ആ ശമ്പളം മോഹിച്ച് അവർ പോവുകയാണ്. പക്ഷെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക് 7 ലക്ഷം രൂപ കൊടുക്കണം. ഇങ്ങനെ 7 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ സഹോദരന്മാര് 2 പേര്, പ്രിൻസ് സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ സഹോദരനും പോയത്. റഷ്യൻ ആർട്ടിലറി ചേർന്ന് ഉക്രൈനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായത്. അവര് ഒരു രാത്രിയിലെ കൂരിരുട്ട് സമയത്ത് ലൈസിസ്റ്റാൻസ്ക് എന്ന പ്രൊവിൻസിൽ, അത് ഉക്രൈൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, അവിടെ റഷ്യൻ പട്ടാളം അവരെ ആർട്ടിലറി ഉണ്ട്. ഇവർക്ക് 24 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് അവരെ യുദ്ധമേഖലയിലിട്ട് വിട്ടിരിക്കുകയാണ്. അവിടുന്ന് ചാടിപ്പോടാൻ നിവൃത്തിയില്ല. ഇവരുടെ പാസ്പോർട്ട്, മറ്റ് റെക്കോർഡുകളെല്ലാം, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളതെല്ലാം അവർ പിടിച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ലൈസിസ്റ്റാൻസ്കില് ആ യുദ്ധരംഗത്താണ് ഇവർ പെട്ടുപോയത്. ഇടത് കാലിന് ഒരു ബുള്ളറ്റ് ഊണ്ട് രാത്രിയിൽ കിട്ടി. കൂരിരുട്ടാണ്, ഒന്നും കാഴ്ചയില്ല. പക്ഷെ വെടിയുടെ ശബ്ദം എല്ലായിടത്തും കേൾക്കാം. ഇവർക്ക് പിന്തിരിഞ്ഞ് ഓടാൻ ഒക്കില്ല, സ്ഥലപരിചയമില്ല. റഷ്യയിലെ ഒരു പ്രൊവിൻസിലാണ്, ഉക്രൈൻ അടുത്താണ്. വെടിശബ്ദങ്ങളും ടാങ്കിന്റെ ശബ്ദങ്ങളും ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതുങ്ങൾ. ഒരു ബുള്ളറ്റ് പ്രിൻസ് സെബാസ്റ്റ്യന്റെ കാലിൽ വന്ന് പതിച്ചു. അയാൾ വീണു. പെട്ടെന്ന് അടുത്ത ബുള്ളറ്റ് വന്നു. അതിനടുത്ത ആ ബുള്ളറ്റ് നേരെ അവിടെ വന്നിട്ട് അവരുടെ ഒരു ടാങ്കിൽ വന്ന് പതിച്ചിട്ട് റീബൗണ്ട് ചെയ്ത് ഇയാളുടെ തലയ്ക്ക് പരിക്കേറ്റു. ആ ടാങ്കിനടുത്ത് ഒരു ഗ്രനേഡ് വന്ന് പൊട്ടി. ദേഹം അസകലം പരിക്ക്. റഷ്യയിലേക്ക് ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോയി. അവിടുന്ന് മോസ്കോയിൽ കൊണ്ടുപോയി. പ്രിൻസ് സെബാസ്റ്റ്യനെ ആ മോസ്കോയിൽ വെച്ച് സർജറിക്ക് വിധേയനായി. അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് ഗുരുതരമായ പരിക്കുണ്ട്, തലയ്ക്ക് പരിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കസിൻ, അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ, വിനീത് ഡിസിൽവ, അയാൾ ഇവിടുന്ന് പോയതാണ്. തിരുവനന്തപുരത്ത് കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് പോയതാണ്. വിനീത് ഡിസിൽവ ആ ആർട്ടിലറി ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോയി. ഇരുട്ടത്ത് മുന്നോട്ട് പോകുന്നത് ഇയാൾ കണ്ടു. ഇങ്ങനെ വീണ് കിടക്കുകയാണ്. പരിക്കേറ്റവരെല്ലാം അവിടെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. അവിടുന്ന് എയർലിഫ്റ്റിൽ കൊണ്ടുപോയി. ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ്. ഈ എംപ്ലോയ്മെന്റ് വിസയിൽ അങ്ങനെയാണ്, കള്ള വിസയിലാണ് 4/1/2024 റഷ്യയിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്തത്. എന്തായാലും ധാരാളം പേര് ഇവിടുന്ന് പോയി. 24 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ അവരെല്ലാം ഫീൽഡിലോട്ട് പോകണം. നേപ്പാളും ശ്രീലങ്കയിൽ നിന്നൊക്കെയുള്ള സുഹൃത്തുക്കളുണ്ട്. ഈ കുട്ടികളെ അവരവിടുന്ന് വീട്ടുകാരെ അറിയിച്ച തങ്ങളുടെ അവസ്ഥ
തങ്ങൾക്ക് പറ്റിപ്പോയി. ഏതായാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവരുടെ മിനിസ്റ്റർ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാം, അവരെ കൊണ്ടുവരാൻ നോക്കാം എന്ന് പറഞ്ഞ് അവരെ അടുത്ത ദിവസം ഇവരുടെ വീടുകളിൽ CBIയുടെ പ്രതിനിധികൾ അവിടെ എത്തി വേണ്ട ഹെൽപ്പുകൾ ചെയ്യാം എന്ന് പറയുകയുണ്ടായി. യുദ്ധഭൂമിയിൽ നിന്ന് വീണ്ടും ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പൂവാർ സ്വദേശി ഡേവിഡ് അദ്ദേഹത്തിനെയും കൊണ്ടുപോയി. 3 ഇന്ത്യക്കാരും കൂടെയുണ്ട്. അത് വേറെ ഏജൻസിയാണ്. അവരെ കൊണ്ടുപോയിട്ട് 5 മാസമായി. അവരെ കൊണ്ടുപോയിട്ട് അവരുടെ പാസ്പോർട്ടും അവരുടെ രേഖകളും മറ്റും അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവരും യുദ്ധഭൂമിയിൽ തന്നെയാണ്. ഇവര് ആ യുദ്ധം ചെയ്യുന്നിടത്ത് തന്നെ ചുറ്റും ധാരാളം മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളും അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുന്നു. ഏതായാലും ഈ പൂവാറുകാരൻ ഡേവിഡിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. ഇപ്പൊ അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു പള്ളി, പഴയ പള്ളികളൊക്കെ അവിടെ ഉണ്ട്. റഷ്യയുടെ ഭാഗങ്ങളിലെല്ലാം നേരത്തെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തതാണ്. ഇപ്പം അവിടുത്തെ ഭരണത്തിലെ ആൾക്കാർ അവിടുത്തെ മതം മേധാവികളെ ആ പള്ളിയിൽ പ്രാർത്ഥിക്കാനോ അല്ല അവിടെ ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിലും ധാരാളം ക്രിസ്ത്യൻ പള്ളികൾ അവിടെ അനാഥമായി കിടക്കുന്നുണ്ട്. അതെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളാക്കി മാറ്റി ആ ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇപ്പൊ ഡേവിഡ് കിടക്കുന്നത്. അഞ്ചുതെങ്ങ് ഭാഗത്തെ ടിനുവും വിനീതും ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാർ കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കാൽ നഷ്ടപ്പെട്ട ഒരു ഡ്രോൺ മുഖേനയാണ്. ആ ഡ്രോൺ ആക്രമണം ധാരാളമായിട്ട് നടക്കുകയാണ്. ഏതായാലും പള്ളിയുടെ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുകയാണ്. ഇനി കാലിന് ചികിത്സ കിട്ടണം. അവിടെയുള്ള ഫസ്റ്റ് എയ്ഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവരും അവിടെ കിടക്കുന്നത്. ഈ ഓരോ കഥകൾ പുറത്തോട്ട് വരുമ്പം ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി ധാരാളം പേരെ ഇപ്പൊ റിക്രൂട്ട് ചെയ്ത് പുറത്തു പോകുന്നുണ്ട്. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ആണ്. കുട്ടികൾക്ക് പണമില്ല. വീട്ടില് 10, 22, 21 വയസ്സായി ഏതെങ്കിലും സെക്യൂരിറ്റി ആയാലും ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ് കടം വാങ്ങിച്ച് 7 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് ആ കുട്ടികൾ ഈ ഏജന്റിന്റെ പിന്നാലെ പോകുന്നത്. അവിടെ ചെന്ന് 2 ലക്ഷം രൂപ പ്രതിമാസം വീട്ടിലേക്ക് അയക്കാം, അത് മോഹിച്ചാണ് അവർ ചെന്നത്. ചെന്ന് പെട്ടുപോയി. അവർ യുദ്ധമുഖത്താണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ സൈനികരെ ആൾക്കാരില്ല. അവിടുത്തെ ആർട്ടിലറിയിലും മുന്നോട്ട് ഗമിക്കാനുള്ള ഉക്രൈനും കുറവാണ്, അതേസമയത്ത് റഷ്യയിലും കുറവാണ്. ആ ഏരിയയിലെല്ലാം ധാരാളം ആൾക്കാരെ വേണം. പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ റിക്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇതുപോലെയൊക്കെ ധാരാളം ഇന്ത്യക്കാരും ഇതുപോലെ റിക്രൂട്ട് ചെയ്തു പോയി അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട്. അതേ അവസ്ഥയിലേക്കാണ് ഇപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമുഖം. അവിടെ ധാരാളം വിദേശികൾ വന്ന് പെട്ടുപോയിരിക്കുകയാണ്. എല്ലാവരും ജോലി മോഹിച്ച് കുടുംബത്തിന് പണം അയക്കാൻ വേണ്ടി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ധാരാളം പേര് അവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളും പെട്ടുപോയി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം അവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹം പറഞ്ഞു, വേണ്ട ഹെൽപ്പുകൾ ചെയ്യാം, കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.